ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ തന്നെയാണ് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഫ്രണ്ട്ലി ജോളി പേഴ്സൺ ആണ് പൊതുവെ. കൗണ്ടറുകൾ എപ്പോഴും എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ രസമാണ്. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം എല്ലാറ്റിലും നമ്മൾ കാണുന്ന റീൽസിലും എല്ലാം ഇപ്പം എന്താ പറയുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും എല്ലാറ്റിനെ പറ്റി എല്ലാം അറിയാം എന്നുള്ള ധാരണ നമുക്ക് പലപ്പോഴും പറഞ്ഞു തരാറുണ്ട്. പക്ഷേ ആ പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പലപ്പോഴും സെൽഫായിട്ട് പറ്റില്ല എന്നുള്ള റിയാലിറ്റി ആളുകൾക്ക് അറിയില്ല. എൻ്റെ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്, ധ്യാൻ ചേട്ടൻ്റെ പേരാണ്. പിന്നെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ കൂടെ ക്യാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്ന് ഈ ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുന്നത്. ആർദ്ര, വെൽക്കം ടു ദ ഫ്ലോർ. താങ്ക് യു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സീക്രട്ട് എന്ന് പറയുന്ന മൂവി റിലീസിലോട്ട് എത്തി നിൽക്കുവാണ്. ആദ്യത്തെ ഹീറോയിനാണ്, വൺ ഓഫ് ദ ഹീറോയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. SN സ്വാമി സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്, ധ്യാൻ ചേട്ടൻ്റെ കൂടെയാണ് പെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് ആ മൂവിയിലോട്ട് എത്തിയത്? മൂവിയിലേക്ക് എത്തിയത് ഞാൻ ഓഡിഷൻ വഴിയാണ്. എന്നെ അഡ്വർടൈസ്മെൻറ്റ്സിൽ കാസ്റ്റ് ചെയ്യുന്ന നരേഷ് ചേട്ടനാണ് സ്വാമി സാറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്, പോയി മീറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ ദിവസത്തിൽ സംഭവിച്ചൊരു പരിപാടിയാണ്. രാവിലെ വിളിക്കുന്നു, ഉച്ചയ്ക്ക് ചെന്ന് കാണുന്നു, അപ്പോൾ തന്നെ കുറച്ച് സീൻസ് പറഞ്ഞു തന്ന് ഓഡിഷൻ ചെയ്യിക്കുന്നു. ജസ്റ്റ് ഒരു ബ്രീഫ് പോലെ സ്റ്റോറി പറഞ്ഞു തന്നു. വൈകിട്ടായപ്പോഴത്തേക്കും കൺഫർമേഷൻ പറഞ്ഞു. അങ്ങനെയായിരുന്നു ഇതിലോട്ട് എത്തിയത്. എന്താണ് സീക്രട്ടിലെ റോൾ? എന്താ ആർദ്രയുടെ? എൻ്റെ ഒരു കോളേജ് സ്റ്റുഡൻ്റാണ്, ധ്യാൻ ചേട്ടൻ്റെ പേരാണ്. പിന്നെ കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അത് ഇപ്പം നമുക്കങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ സീക്രട്ട് ഒട്ടുമേ അറിയാത്ത കഥയിലൊരു കഥാപാത്രം ഞാൻ മാത്രമാണ്. ഈ കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ശരി. മോഡലിംഗ് വഴിയാണ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർദ്ര. അത് കഴിഞ്ഞ് ഷോർട്ട് ഫിലിംസിൽ അഭിനയിച്ചായിരുന്നു, ഇപ്പോഴത്തെ ഫിലിമിൽ എത്തി നിൽക്കുന്നത്. ഇനി ഫിലിം മാത്രമാണോ ചെയ്യുക? അങ്ങനെയൊന്നുമില്ല. ഞാൻ മോഡലിംഗ് ഒരു പ്രൊഫഷനായിട്ടൊന്നും തുടങ്ങിയ ആളല്ല. എനിക്ക് പൊതുവെ ഈ ഫീൽഡിനോട് താല്പര്യമുണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിനോട് പണ്ടേ താല്പര്യമുണ്ട്. അപ്പം അന്നൊന്നും അതിനുള്ള സാഹചര്യമില്ല. അപ്പം ഫ്രണ്ട്സ് എല്ലാവരും കുറേ പേര് ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിൽ എല്ലാവരും കുറച്ച് ഈ ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഫോട്ടോ എടുക്കുക, രസമാണ് ഫോട്ടോ എടുക്കാനും, അങ്ങനത്തെ പരിപാടി. അതെ, അങ്ങനത്തെ പരിപാടികൾ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഫോട്ടോസ് എടുത്ത് വന്നു. പിന്നെ അതൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഫോട്ടോ എടുപ്പായി. പിന്നെ ചെറിയ രീതിയിലുള്ള മോഡലിംഗ് പരിപാടികൾ തുടങ്ങി. പിന്നെ കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ചെയ്ത് നോക്കി എക്സ്പ്ലോർ ചെയ്ത്. എങ്ങനെയാ പഠിച്ചേ? അത്ര ഭീകര പോസിംഗ് ഒന്നും അല്ല. അങ്ങനെ ഭീകര പോസിങ്ങോ മോഡലിങ്ങോ ഒന്നും അങ്ങനത്തെ രീതിയിലൊന്നും ഞാൻ അധികം ചെയ്തിട്ടുമില്ല. പിന്നെ ചെയ്തിട്ടുള്ളതെല്ലാം TVC ആഡ്സ് അങ്ങനത്തെ രീതിയിലുള്ളതാണ്. ആക്ടിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള പോലത്തെ ആണോ? അതെ, അങ്ങനെ പറയാം. മേ ബി അങ്ങനെ ഒരു മോഡൽ ഫിഗർ ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഒരു നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ആളായിട്ടോ നമ്മളെന്നും കാണുന്ന ഒരാളെ പോലെയുള്ളൊരു ഫിഗറായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും ആഡ്സ് ആണെങ്കിലും എല്ലാം ആ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, മമ്മൂക്കയുടെ കൂടെ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ മൂവിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് ഗേൾസിൻ്റെ ലൈഫ് പറയുന്നതിൽ ഒരു ഗേൾ ആർദ്രയായിരുന്നു. എങ്ങനെയാണ് ക്രിസ്റ്റഫറിലോട്ട് എത്തുന്നത്? ക്രിസ്റ്റഫറിലോട്ട് അബു വളയംകുളം എന്ന് പറയുന്നൊരു ഇക്കയുണ്ട് കാസ്റ്റിംഗ് ചെയ്യുന്നത്. ഇക്കയുടെ കുറച്ച് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനന്ന് ഓഡിഷൻ ഡേയിൽ അവിടെ ഉണ്ടായത്. അപ്പോഴാണ് എന്നെ കൊണ്ടിവിടെ ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു സജഷൻ വന്നതും നമ്മൾ ചെയ്ത് നോക്കി. അപ്പം ഞാനത് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ വെറുതെ ചെയ്യിക്കുന്നതായിരിക്കും എന്നാണ്. പിന്നെ ഒരു സെക്കൻഡ് റൗണ്ട് ഓഡിഷൻ കൂടി ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഡയറക്റ്റ് ഓഡിഷൻ. അപ്പം അതുകൂടെ ചെയ്തപ്പോഴാണ് ഓക്കെ സീരിയസ് ആയിട്ടും കൺസിഡർ എന്നുള്ള ഇത് വന്നേ. അപ്പം അതുകൂടെ ചെയ്ത് അന്ന് ഏകദേശം കൺഫർമേഷൻ പറഞ്ഞു. അങ്ങനെ ആ ഓഡിഷൻ വഴിയാണ് ഞാൻ. മമ്മൂക്കയായിട്ട് കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ലേ, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? മമ്മൂക്ക എൻ്റെ ഫസ്റ്റ് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് മമ്മൂക്കേനെ കാണുന്നത്
ഭീഷ്മപർവത്തിൻ്റെ ഒരു സെറ്റിൽ ജസ്റ്റ് ഒരാവശ്യമായിട്ട് ചെന്ന സമയത്ത് ദൂരേന്ന് കണ്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഷൂട്ടിംഗ് ഡേയിലാണെങ്കിലും മമ്മൂക്ക വരുമ്പോൾ മമ്മൂക്ക എന്നുള്ളതല്ലാതെ അവിടെ വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അയ്യോ കാണാൻ പറ്റുന്ന, അടുത്ത് വരുന്നു, നമ്മളടുത്ത് സംസാരിക്കുന്നു. പോരാത്തതിന് അതിനകത്ത് ചെയ്ത ക്യാരക്ടർ കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ബേൺഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഫുള്ളി മേക്കപ്പിലാണ് ഇരിക്കുന്നത്. അത് കണ്ട ആളുകൾക്ക് പാവം തോന്നും. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ അല്ലേ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളിലും നമുക്ക് നമ്മളടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മേക്കപ്പാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് സംസാരിക്കാന്നുള്ളതിന് വലിയ കാര്യമായിട്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആ രൂപത്തിലാണല്ലോ എന്നെ കാണുന്നത്, ഒരു വിഷമം ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഷോട്ട് കഴിഞ്ഞ ഉടനെ ഓടി ചെന്ന് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് നേരെ മമ്മൂക്കയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ആ മേക്കപ്പ് ചെയ്യാൻ ശരിക്കും എത്ര സമയം എടുത്തു? എനിക്ക് തോന്നുന്നു ഫേസിന്റെ ഒരു പകുതി ഭാഗത്തിലധികം ബേൺ ആയിട്ടുള്ള പോലത്തെ ഒരു ഇതല്ലേ, അത് എത്ര സമയം എടുത്തു? അതൊരു മോർണിംഗ് 7-7:30 തുടങ്ങിയിട്ട് ഒരു 11:30-12 വരെ അത്ര സമയം എടുക്കും അല്ലേ? ഓക്കെ. അതുപോലെ പിന്നെ ഞാൻ ആർദ്രനെ കണ്ടിട്ടുള്ള എനിക്കിഷ്ടമുള്ള ഒരു മൂവീസിലൊരെണ്ണമാണ് ശേഷം മൈക്കിൾ ഫാത്തിമ. എങ്ങനെയാ ആ മൂവിയിലോട്ട് എത്തുന്നത്? അതിലേക്ക് ഇതുപോലെ അബുക്കയാണ് എന്നെ മനുചേട്ടൻ, ഡയറക്ടറായിട്ടുള്ള ചേട്ടനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മനുചേട്ടൻ അപ്പോൾ മലപ്പുറം സ്ലാങ്ങുള്ള പടമാണല്ലോ. അപ്പോൾ അതിനകത്തുള്ള സ്ക്രിപ്റ്റ് റീഡ് ചെയ്യാനും അതിനകത്തുള്ള കുറച്ച് ഡയലോഗ്സ് നമ്മൾ വായിച്ച് നോക്കാനും കുറച്ച് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം കണക്റ്റഡ് ആവുന്നത്. അപ്പം അത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് മനുചേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. നമുക്ക് താല്പര്യക്കുറവേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു. അപ്പം ഓക്കെ, ശരി. ശരിക്കും പ്രൊഫഷൻ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ആർദ്ര. ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ ശരിക്കും? അപ്പം ഈ പ്രാക്ടീസ് ചെയ്യുന്നതും ഈ ആക്ടിങ് കരിയറും അതെങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ടാണ്? ഞാനൊരു ഫുൾ ടൈം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടൊരു സെൻട്രൽ ഇനീഷ്യലി സ്റ്റഡീസ് കഴിഞ്ഞ് വന്ന ഉടനെ വർക്ക് ചെയ്യായിരുന്നു. കൊച്ചിയിൽ തന്നെ? കൊച്ചിയിലാണ് ഞാൻ എൻ്റെ എല്ലാ രീതിയിലും സ്റ്റാർട്ട് ചെയ്തത് കൊച്ചിയിലാണ്. അപ്പം ആ സമയത്ത് അവിടെ ഉള്ളവരും കുറച്ച്, ഞാൻ ആഡ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ കുറച്ച് ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് വർക്കുകളും പരിപാടികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ആക്ച്വലി അത് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് പോകുന്ന ജോബ് റിസൈൻ ചെയ്തു. എന്നിട്ട് ഫ്രീലാൻസിങ് ആയിട്ട് സെൽഫായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആണ്, നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം നമുക്കറിയാം. അപ്പോൾ ആ സമയങ്ങളിലേക്ക് നമുക്ക് സ്ലോട്ടുകൾ അലോട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പോൾ സെൽഫായിട്ട് എങ്ങനെയാണ് ആർദ്രയുടെ കൺസൾട്ടേഷന് വേണ്ടി ഞങ്ങൾ അപ്രോച്ച് ചെയ്യണ്ടേ? കൺസൾട്ടേഷൻ ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു പേജ് ഉണ്ട്, ഹീലിംഗ് ലോഞ്ച് ബൈ ആർദ്ര എന്ന് പറഞ്ഞിട്ട്. അതുവഴി അതിനകത്തുണ്ട്, മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ കിട്ടും. അതെ, അടിപൊളി. ഓക്കെ. ഇപ്പം എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ, അത് ആക്ടിങ് കരിയറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അത്ര ഭീകര ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാരക്ടറിനെ എന്നുള്ളതല്ല, പൊതുവേ നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ തന്നെയാണ് ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ അഭിനയത്തിൻ്റെ കരിയർ വെച്ചിട്ട് ഞാൻ കമ്പയർ ചെയ്യാൻ മാത്രമുള്ള ലെവലിക്കൊന്നും ആയിട്ടില്ല. പക്ഷേ പൊതുവേ നമുക്ക് ആളുകളെ മനസ്സിലാക്കാനും കുറച്ച് ക്ഷമയോടെ കേട്ടിരിക്കാനും പെട്ടെന്നൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്താതിരിക്കാനും ഒക്കെ പറ്റുന്നൊരു രീതിയിൽ തന്നെ ഇവോൾവ് ചെയ്യാൻ സൈക്കോളജി എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ സൈക്കോളജി പഠിക്കാൻ പോകാൻ കാരണം? ഞാൻ സൈക്കോളജി തന്നെ പഠിക്കണമെന്ന് വളരെ മുൻകൂട്ടി അങ്ങനെ പ്ലാൻ ചെയ്ത് സൈക്കോളജിയിൽ എത്തിയൊന്നുമല്ല. എനിക്ക് വേറെ കുറച്ച് പ്ലാനുകളായിരുന്നു. കുട്ടിയായിരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പ്ലാൻ വേണ്ട, ഡോക്ടറോ എഞ്ചിനീയറോ എന്തായിരുന്നു പ്ലാൻ? ശരിക്കും അറിയാനാണ്. വേണ്ട, അത് സിവിൽ സർവീസ് ആയിരുന്നു ആഗ്രഹം. എനിക്ക് ഹ്യൂമാനിറ്റീസ് അങ്ങനെയൊക്കെ പഠിക്കാനായിരുന്നു കുഞ്ഞിലെ ആഗ്രഹം. റീഡിങ് ഒക്കെ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു.
പക്ഷേ എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ +2 സയൻസ് അങ്ങനത്തെ രീതിയിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടും ഓപ്ഷൻസ് ഇത് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ആക്ച്വലി സൈക്കോളജി എടുക്കാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീനേജ് ആകുമ്പോൾ നമുക്ക് കുറേ സ്വഭാവത്തിൽ പല രീതികളുണ്ടാവും. പൊട്ടിത്തെറി, ദേഷ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ ചില സമയത്ത് പെരുമാറുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടില്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറമേ ഒന്നും അല്ല, വീട്ടിൽ തന്നെയായിരിക്കും പെരുമാറുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമാവാതെ ഇപ്പോൾ ഞാൻ ഇതെങ്ങനെ ഇങ്ങനെ ശരിയാവില്ലല്ലോ, ഇതെങ്ങനെ മാറ്റാൻ പറ്റും, എന്താണ് എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള അങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോഴാണ് സൈക്കോളജിയാണ് മനുഷ്യനെ മനസ്സിലാക്കാനും ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ സൈക്കോളജി എന്നുള്ള രീതിയിലാണ് ഞാൻ സൈക്കോളജിയിൽ എത്തിയത്. അപ്പോഴും സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ്, അല്ലാതെ ഞാൻ വേറെ ഇന്നത്തെ രീതിയിലൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് മാറണം എന്നുള്ളത് അപ്പോഴേ എനിക്കൊരു എയിം ഇല്ല. അത് പിന്നെ നമ്മുടെ ഇൻറ്റേൺഷിപ്പിനൊക്കെ നമ്മൾ പല മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സിലും സൈക്കാട്രിക് ഹോസ്പിറ്റൽസിലും ഊളംപാറയിലും ഒക്കെ പോയിട്ടുണ്ടോ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം എന്തോ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സർവീസ് ചെയ്യുന്നതാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നതെന്ന് തോന്നി. അപ്പോൾ തൊട്ട് ഞാൻ ഈ റൂട്ടിലേക്ക് ഡിസൈഡഡ് ആയിരുന്നു. ഇപ്പം ഈ സൈക്കോളജീനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പം നമ്മൾ സ്ഥിരം കേട്ട് വരുന്ന, അതായത് ഒരു പ്രായ വ്യത്യാസം ഇല്ലാതെ എന്നും പറയാം, സ്ഥിരം കേട്ട് വരുന്ന കുറച്ച് വാക്കുകളാണ് ആങ്സൈറ്റി, ഡിപ്രഷൻ, ട്രോമ, പാനിക് അറ്റാക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആർദ്രക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ഇപ്പോൾ ഡിപ്രഷനാണ് അങ്ങനെയൊക്കെ? അത് തോന്നാറുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മുടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം എല്ലാറ്റിലും നമ്മൾ കാണുന്ന റീൽസിലും എല്ലാം ഇപ്പം എന്താ പറയുക, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും എല്ലാറ്റിനെ പറ്റി എല്ലാം അറിയാം എന്നുള്ള ധാരണയിൽ നമുക്ക് പലപ്പോഴും പറഞ്ഞു തരാറുണ്ട്. പക്ഷേ ആ പറയുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ പലപ്പോഴും സെൽഫായിട്ട് പറ്റില്ല എന്നുള്ള റിയാലിറ്റി ആളുകൾക്ക് അറിയില്ല. അപ്പം നമ്മളൊരു ഫ്രണ്ടുമായിട്ടോ പാർട്ട്ണറുമായിട്ടോ ഒക്കെ വഴക്കുണ്ടാവുന്നതോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പോലും ചിലപ്പോൾ അതെൻ്റെ ട്രോമയാണ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും കമൻറ്റ് ചെയ്ത് നമ്മൾ റിയൽ ലൈഫിൽ കാണാറുണ്ട്. അപ്പം ഒരു ട്രോമ ആക്ച്വലി ഫേസ് ചെയ്ത ഒരാളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതോ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളതോ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഡിഫിക്കൽട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സത്യമായിട്ട് അറിയാതെയാണ് നമ്മൾ ആ ടേം യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മൂഡ് സ്വിങ്സ് വന്നാൽ നമുക്കത് ഡിപ്രഷൻ ആണെന്ന് തോന്നുന്ന സമയം. അതെ, എസ്പെഷ്യലി ഞാൻ ജനറലൈസ് ചെയ്ത് പറയുക, അല്ലെങ്കിൽ പോലും ഫീമെയിൽസിൻ്റെ ഇടയിൽ നമുക്ക് മൂഡ് സ്വിങ്സും കാര്യങ്ങൾക്കും ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഉണ്ടാകുന്നതുകൊണ്ട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം കുറച്ച് ദിവസം നമ്മൾ ഡിപ്രഷൻ, കുറച്ച് ദിവസം നമ്മൾ ഹൈപ്പർ ആക്റ്റീവ്, കുറച്ച് ദിവസം നമ്മൾ ട്രോമയിൽ. അങ്ങനെയല്ല, അത് നിങ്ങൾ ആ ടേംസ് യൂസ് ചെയ്യണ്ട. എന്തിനാണ് വെറുതെ ലേബിൾ ചെയ്ത് ഞാൻ അങ്ങനത്തെ ഒരു ആളാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം? അപ്പോൾ ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന. അതെ അതെ, അത് എന്തായാലും നമുക്ക് സെൽഫായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ അങ്ങനത്തെ ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ ഇരിക്കാൻ നോക്കുക. അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കല്ല. ശരിയാണ്, ഭയങ്കര ഒരു അടിപൊളി ഇൻഫർമേഷൻ ആണ് കേട്ടോ അത്. ഇത് എത്രാമത്തെ സിനിമയാണ് ഈ സീക്രട്ട് എന്ന് പറയുന്നത്? അങ്ങനെ കൗണ്ട് ചെയ്താൽ 4th one എന്ന് വേണമെങ്കിൽ പറയാം. ഏതൊക്കെയാ ഫിലിംസ് ഒന്നിങ്ങനെ ചിത്രത്തിൽ ജസ്റ്റ് ഒരു സോങ് സീക്വൻസിൽ ചെയ്തു, പിന്നെ ക്രിസ്റ്റഫറിൽ, ശേഷം മൈക്കിൾ ഫാത്തിമയിൽ സീക്രട്ട്. ഓക്കെ, അടിപൊളി. ധ്യാൻ ചേട്ടൻ, ഇപ്പം ഞാനടക്കം ഒരുപാട് പേര് ഇൻ്റർവ്യൂസ് കാണുമ്പോൾ ഭയങ്കര ഇൻ്റർവ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുടെയാണ് ധ്യാൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ കാണാന്ന് പറഞ്ഞാൽ. ഭയങ്കര കോമഡി, ഭയങ്കര ഫൺ അങ്ങനത്തെയാണ്. അപ്പം എങ്ങനെയാണ് ധ്യാൻ ചേട്ടനായിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ തന്നെയാണോ ശരിക്കും സെറ്റിൽ? ഒരാൾക്ക് 24 hours അങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. പക്ഷേ എന്നാലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയങ്ങളിൽ വളരെ ഫ്രണ്ട്ലി ജോളി പേഴ്സൺ ആണ് പൊതുവെ. കൗണ്ടറുകൾ എപ്പോഴും എപ്പോൾ വരും എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ രസമാണ്. ഓക്കെ, ഇപ്പം സെറ്റിൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? മെമ്മറബിൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇവൻ്റ് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷേ സ്വാമി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന കാര്യം, ഓരോ ദിവസവും ആ ഷൂട്ട് കഴിയുന്നത് വരെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമായിട്ട് കാണുകയാണ്. എസ്പെഷ്യലി ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയും
വർക്ക് ചെയ്യാൻ പറ്റിയല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന പടമാണ്. അപ്പോൾ ധ്യാൻ ചേട്ടനുണ്ട്, അപർണ ദാസ് ഉണ്ട്, കലേഷ് ചേട്ടനുണ്ട്, ഗ്രിഗറി ചേട്ടനുണ്ട്, മണിക്കുട്ടൻ ചേട്ടനുണ്ട്. പിന്നെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത പലരും സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പം എനിക്ക് എൻ്റെ ഒരു ഭാഗ്യമാണ് ഇവരുടെ കൂടെ ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിൽ എടുത്ത് പറയേണ്ട എനിക്ക് പേഴ്സണലി ഭയങ്കര ക്ലോസ് ആയിട്ട് സ്വാമി സാറിൻ്റെ വൈഫായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷനാണ്, ഒരു മദർലി കണക്ഷനാണ്. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആളാണ്, ആർക്കാണെങ്കിലും പെട്ടെന്ന് ഇഷ്ടമാവും അമ്മേനെ. അപ്പോൾ അതെനിക്ക് വളരെ സ്പെഷ്യലാണ്. ശരിക്കും വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു റോള് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളിങ്ങനെ ഫിലിംസൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആർദ്രയ്ക്ക് ഇപ്പം ഫിലിംസിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇത് ഇത്തിരി സീരിയസ് ആയിട്ടുള്ള കരിയറായിട്ട് എടുത്തപ്പോൾ ആ ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഈ ഒരു ടൈപ്പ് റോൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുന്നത്? അങ്ങനെ എന്താ ഉള്ളത്? ഇന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ന രീതിയിലുള്ള ക്യാരക്ടർ മാത്രമെന്ന് പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കണ്ടു വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്, എനിക്കൊരു 80s 90s മൂവീസിലെ കഥകളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും ഞാനിപ്പോഴും അവിടെ സ്റ്റക്കാണെന്ന് തോന്നുന്നു. ഇപ്പോഴും പുതിയ പടങ്ങൾ ഇഷ്ടാവുന്നത് ഒരുപാടുണ്ട്, പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് ആ പടങ്ങളോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. എസ്പെഷ്യലി ഉർവശി ചേച്ചി, ശോഭന ചേച്ചിയും ഒക്കെ ചെയ്തിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനോട്, അങ്ങനെ കുറേ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സിനോടാണെങ്കിലും ഭയങ്കര ഹ്യൂമറസ് സാധനങ്ങൾ ചെയ്തിട്ടുള്ള കൽപ്പന ചേച്ചീൻ്റെയും അങ്ങനത്തെയൊക്കെ ക്യാരക്ടേഴ്സിനോട് ഇഷ്ടമാണ്. പക്ഷേ ആ രീതിയിലേക്കൊക്കെ നമ്മൾ ഇവോൾവായി വരാൻ ഇനിയും സമയമെടുക്കും. അത് ഒരു പ്രോസസ്സാണല്ലോ. അങ്ങനെ അവിടെ അതുപോലെയൊക്കെ ചെയ്യാൻ എന്തെങ്കിലും പറ്റട്ടെ. ക്യാരക്ടർ റോൾസ് വെച്ചല്ലേ സ്റ്റാർട്ട് ചെയ്തേ നമ്മുടെ കരിയർ. ഇപ്പം ലീഡ് റോളിലാണ് ആർദ്ര എത്തി നിൽക്കുന്നത്. അപ്പം ഇനി ഞാൻ ലീഡ് റോൾ മാത്രമാണോ ചെയ്യാതെ ക്യാരക്ടർ റോൾസിലേക്ക് ഇനി തിരിച്ചുപോക്കുണ്ടോ? അതിന് തിരിച്ചുപോക്ക് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ചെയ്യില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനത്തെ നിർബന്ധങ്ങളോ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, നമുക്കത് ഇഷ്ടമാവുകയാണ്, നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുകയാണ് എന്ന് പറയുന്നതും എല്ലാം എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് പറയാനുള്ള രീതിയിലൊന്നും ഞാൻ അങ്ങനെ ആലോചിക്കുന്നേ ഇല്ല. ഓക്കെ. ഇപ്പം ഭയങ്കര ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കെന്ന് തന്നെ പറയാം, ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നു അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. ആർദ്രയ്ക്ക് അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഇതുവരെ അങ്ങനെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടും ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിട്ടില്ല. അതിപ്പോൾ ആഡ്സിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മോഡലിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പോൾ ഫിലിമിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഞാൻ നമ്പർ ഓഫ് വർക്കുകൾ വളരെ കുറവായിരിക്കും ചെയ്യുന്നുണ്ടാവുക എൻ്റെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം മേ ബി എനിക്ക് കുറച്ച് ക്ലോസ്ലി അറിയാവുന്ന സർക്കിളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളെ കണക്ട് ചെയ്യുന്ന അങ്ങനെയുള്ള വർക്കുകളാണ് ഞാൻ അധികവും ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് ആളുകളെ പരിചയം ഉണ്ടായിട്ടല്ല, ചിലപ്പോൾ അധികം ഒരേ സർക്കിളത്തെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടാവാം. എസ്പെഷ്യലി എന്നെ കാസ്റ്റ് ചെയ്തിട്ടുള്ള ചേട്ടന്മാർ സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്, അവർ കാസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ തന്നെയായിരിക്കും അധികം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് മീ ടു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുകയാണ്, അതൊരു സൈക്കോളജി കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പം ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് വിചാരിക്കുക, പക്ഷെ അവരത് വന്നിട്ട് ഒരു മീ ടു ക്യാമ്പയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മീ ടു ഹാഷ്ടാഗ് ആയിട്ടോ പറയുന്നുണ്ടായിരിക്കും ഒരു 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അതിനെപ്പറ്റി എന്താ ശരിക്കും ആർദ്രയുടെ അഭിപ്രായം? ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പം ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ള സൈഡിൽ നിന്നൂടെ ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഒരു ആൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് അയാളെ മാനസികമായി എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ഫാക്ടറാണ്. അത് എത്രത്തോളം ബുദ്ധിമുട്ടാക്കി എന്നുള്ളതും ആ ട്രോമാറ്റിക് സിറ്റുവേഷൻ എത്രത്തോളം അവർക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നു, എത്ര പെട്ടെന്ന് പറ്റുന്നു, ഇതൊക്കെ വേരി ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പം ആ ഇവൻറ്റ് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ
അത് പറയാനോ അതിന് ഒരു ആക്ഷൻ എടുക്കാനോ പറ്റുമായിരിക്കും. ചില ആളുകൾക്ക് മാസങ്ങളോ ചില ആളുകൾക്ക് കുറച്ച് വർഷങ്ങളോ വേണ്ടി വരുമായിരിക്കും അത് പറയണോ പറയണ്ടേ. അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് അവരിലൂടെ പോകുന്നുണ്ടാവും. അത് അങ്ങനൊരു ഇത് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്യാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നുള്ളത് അറിയില്ല. അപ്പം അത് 2 years കഴിഞ്ഞിട്ട് പറയുന്നത് ശരിയാണോ 3 years കഴിഞ്ഞിട്ട് പറയുന്നത് ശരിയാണോ, അങ്ങനൊരു ക്വസ്റ്റ്യൻ ഇല്ല. അവർക്ക് എപ്പോഴാണോ അത് പറയാനുള്ളൊരു ശക്തി മെൻ്റലി വരുന്നത് അപ്പോഴാണ് അവരത് റിവീൽ ചെയ്യുന്നത് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ വേറൊരു സൈഡ് കൂടെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആവാം നമുക്ക്. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു സെൻസ് ഉണ്ടല്ലോ, ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്ന കോൺവെർസേഷനിൽ നിന്നാണെങ്കിലും അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നാണെങ്കിലും അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്തിലോട്ടാണ്, അതിൽ നമ്മൾ എഗ്രി ചെയ്യണോ വേണ്ടയോ, അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കണോ, ആ സിറ്റുവേഷൻ ആ എഡ്ജിൽ കൊണ്ടെത്തിക്കണോ, ആ ചാൻസസ് എടുക്കണോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ അത് കണ്ടില്ലാന്ന് നടിച്ച് ഒരു ഓപ്പർച്യൂണിറ്റി മേ ബി ഉണ്ടായാലോ എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും സിനിമ അല്ലെങ്കിൽ അവസരം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ എടുക്കുന്ന റിസ്ക് ആയിരിക്കും. പക്ഷെ അത് നമ്മുടെ ലൈഫിലെ കുറേ ഇയേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്കും മെൻ്റലിയും ഒക്കെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. അത് നമുക്ക് പറ്റും. നമ്മൾ കുറച്ചധികം ഒബ്സർവ് ചെയ്യുക, ആ ചാൻസസ് കൊടുക്കാതിരിക്കുക. ഓക്കെ, ശരി. ഇപ്പോൾ വന്ന വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അതേപോലെ തന്നെ മെയിൽ ഓറിയൻറ്റഡ് ഫിലിംസാണ് കുറേ ഇറങ്ങുന്നത്, ഫീമെയിൽസിന് അത്രയും ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താ ആർദ്രയുടെ അഭിപ്രായം? അങ്ങനെ അങ്ങനെ ഞാൻ അതിനോട് അങ്ങനെ അങ്ങ് യോജിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ അധികം വരുന്നതിന് സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം മെയിൽ ആളുകളാണ് കൂടുതലായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കഥകൾ ആലോചിക്കാനും ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിരിക്കും ഈസിയർ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതല്ലാതെ റെലവൻ്റ് ആയിട്ട് ചില ഫീമെയിൽ ക്യാരക്ടേഴ്സ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് വേണമെന്നുള്ളിടത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സും പടങ്ങളും കൂടുതൽ വരണമെങ്കിൽ നമ്മളെപ്പോലെയുള്ള ഇതിനോട് താല്പര്യമുള്ള, എഴുതാൻ കഴിവുള്ള, ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഫീമെയിലായിട്ടുള്ള ആളുകൾ വരട്ടെ. അപ്പോൾ അതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആണെങ്കിലും ഇപ്പം ലിജോ മോളാണെങ്കിലും വിൻസി ആണെങ്കിലും ഇപ്പോൾ ഉർവശി ചേച്ചി, പാർവതി, അങ്ങനെ ഒരുപാട് പേര് ഇപ്പോഴും നല്ല ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഒരുപാട് നല്ല പ്രൊജക്റ്റുകളുടെ ഒക്കെ ഭാഗമാവുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകൾ വരുമ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന കാണുമ്പോൾ മേ ബി ഇനിയും വരുമായിരിക്കാം. ആവശ്യമുള്ളിടത്ത് വരും. ഓക്കെ, ഞാനിപ്പം ട്രെയിലർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരു സോങ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു അസംഷൻ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ കുറച്ച് നാടൻ റോളാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല കേട്ടോ, സിനിമ കണ്ടാൽ മാത്രമേ നമുക്കറിയുള്ളൂ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആർദ്രയുടെ അടുത്ത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്. ഇപ്പോൾ ആർദ്രയ്ക്ക് ഒരു ഗ്ലാമറസ് റോൾ അഭിനയിക്കാൻ വരുവാണെങ്കിൽ ആർദ്ര അത് അക്സെപ്റ്റ് ചെയ്യുമോ? എനിക്ക് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണ്, ഡ്രസ്സിങ് ആൻഡ് ആക്ടിങ് എല്ലാം കൂടെ. എനിക്ക് അങ്ങനത്തെ ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല, സത്യമായിട്ടും ഇല്ല. അപ്പം അത് പണ്ട് തൊട്ടേ എനിക്ക് അങ്ങനത്തെ നാടൻ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നും ഉള്ള കൂട്ടത്തിലല്ല. പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അതിനെ ഡിമാൻഡ് ചെയ്യാണ്, അങ്ങനത്തെ സ്റ്റോറി എനിക്കിവിടെ ഇഷ്ടപ്പെടുകയാണ്, ചെയ്താൽ കൊള്ളാമെന്ന് എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നൊരു റോളോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തിരിക്കും. എപ്പോഴെങ്കിലും ആർദ്രയുടെ ബോഡി ഫീച്ചേഴ്സിൽ ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ലാന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. നമുക്ക് എല്ലാവർക്കും തോന്നില്ലേ, കുറച്ചുകൂടെ മുടി ഉണ്ടായിരുന്നെങ്കിൽ, ഫേസ് അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ, ചിരി അങ്ങനെയായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ തോന്നില്ലേ. അങ്ങനത്തെ തോന്നലുകളൊക്കെ എനിക്കും ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് വളരെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് പിമ്പിൾസ് വരും. അതുപോലെ ഫുഡ് ഭയങ്കര താല്പര്യമുള്ള ആളാണ്, പക്ഷെ കുറേ ഫുഡ് അലർജീസ് ഉണ്ട്. പക്ഷേ കൊതി കാരണം കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ചീറ്റ് ചെയ്യും ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോഴൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ സന്തോഷം, അത് കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ പക്ഷേ
അത് എന്നെ വളരെയധികം ബാധിക്കുന്ന രീതിയിലേക്കൊന്നും പോവാതെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടെന്ന് വേണം പറയാൻ. പക്ഷേ കോൺഷ്യസ് ആണ്, പക്ഷേ ആവശ്യത്തിന്. ആർദ്ര ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ആണോ ചോദിച്ചാൽ അത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടുള്ളതാണ്. എൻ്റെ ഓരോ സ്പേസിൽ ഞാൻ ഡിഫറെൻ്റ് ആണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് കാണുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ സ്ഥിരം കാണുന്ന ഒരു പ്രൊഫൈൽ ആർദ്രേര. എന്നാലും ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഒരു സെയിൽസ് ഓൺ പ്രൊഫൈലാണ് ആർദ്രേര. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമൻസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഹെയ്റ്റ് കമൻറ്റ് വലുതല്ല, ഞാൻ നെഗറ്റീവ് കമൻസ് ഒന്നും കണ്ടൊന്നുമില്ല. അത് മോശമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇപ്പം എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിറ്റിസിസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആർദ്ര എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുക? അതിനെ ഫേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, എന്തോ ഭാഗ്യം. അധികം എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ പോലും ഫ്രീക്വൻ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ പൊതുവെ നമുക്ക് അറിയാം. റെഗുലറായിട്ട് ഒരേ ആളുകളെ തന്നെ നമുക്ക് തിരിച്ചും റിപ്ലൈ ചെയ്തൊക്കെ അറിയാം. അതുകൊണ്ടായിരിക്കാം അത്ര നെഗറ്റീവ് കമൻസ് ഒന്നും വരാത്തത്. പക്ഷേ നെഗറ്റീവ് കമൻസ് വന്നാലും ഇതിൽ ഒരുപാട് എഫക്റ്റഡ് ആവാനൊന്നും സാധ്യത പൊതുവേ ഇല്ല. പക്ഷേ അവരെന്താണ് പറയുന്നത്, അതിനകത്ത് കാര്യമുണ്ടോ, ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ക്രോസ് ചെക്ക് ചെയ്യുമല്ലോ. അങ്ങനെയല്ലേ നമുക്കും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ എല്ലാറ്റിലും കൊള്ളാമെന്ന് വിചാരിച്ച് എല്ലാവരും നല്ലത് മാത്രം പറയുന്നു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മിസ്റ്റേക്സോ ഒന്നും ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ചെക്ക് ചെയ്യും. ഞാൻ അതുപോലെ തന്നെ ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പം കുറേ ക്ലോത്തിങ് ബ്രാൻഡിന് വേണ്ടിയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിലൊരു ബ്യൂട്ടി ബ്രാൻഡ് അങ്ങനെ ഒരു കാറ്റഗറി കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്തിരുന്ന സമയത്താണെങ്കിൽ തന്നെ ഇപ്പോൾ ഹെയറിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ കുറച്ച് പ്രൊഡക്റ്റുകളുടെയൊക്കെ വർക്കുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. എന്താ? എനിക്ക് ഗ്യാരണ്ടി പറയാൻ ചില കാര്യങ്ങളിൽ പറ്റാത്ത പരിപാടികൾ പിടിക്കണ്ട എന്നുള്ളൊരു തോന്നലും ഡിസിഷനും ഉണ്ട്. എസ്പെഷ്യലി അച്ഛൻ കൺസ്യൂമർ കോർട്ടിലാണ് ജഡ്ജാണ്. അപ്പം അവിടെ വരുന്ന ഒരുപാട് കേസസ് നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള പല ബ്രാൻഡുകളും എത്രയോ മാസങ്ങളോളം വർഷങ്ങളോളം ഉപയോഗിച്ചിട്ടും റിസൾട്ട്സ് ഒന്നും വരാതെ കംപ്ലൈൻറ്റ് കൊടുക്കുന്നവരും, അപ്പം അതിൻ്റെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണാറുണ്ട്. അപ്പം അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത, ഉറപ്പ് പറയാൻ പറ്റാത്ത പ്രൊഡക്റ്റുകൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമെന്ന് പറയാൻ എനിക്കും ധൈര്യക്കുറവുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അച്ഛൻ ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ പൊളിറ്റീഷ്യനും കൂടിയാണ്. ശരി, എന്താണ് ആർദ്രയുടെ പൊളിറ്റിക്സ്? എൻ്റെ പൊളിറ്റിക്സ് കുറച്ച് പ്രൈവറ്റ് ആണ്. പക്ഷെ എന്താണ് എൻ്റെ പൊളിറ്റിക്സ് എന്ന് ഞാൻ പബ്ലിക്കലി പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഞാൻ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഗുലറായിട്ട് വാച്ച് ചെയ്യാറും അതിൽ അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കാറും ഉണ്ട്. എല്ലാം ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. ഇപ്പോൾ കുഞ്ഞിലേ തൊട്ടേ പൊളിറ്റിക്സിൻ്റെ ഡിസ്കഷൻസ് ആണെങ്കിലും കുറേ പാർട്ടി ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ തന്നെയാണ് ഞാനും വളർന്നിട്ടുള്ളത്. എൻ്റെ ചൈൽഡ്ഹുഡ് എടുത്ത് നോക്കിയാൽ സൺഡേസ്, സാറ്റർഡേസ്, സ്കൂൾ വിട്ടിട്ടുള്ള ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ പാർട്ടി ഓഫീസിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഡിസ്കഷൻസൊക്കെ ഞാൻ ഒരുപാട് ഭാഗമായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ അറിയാനുള്ള താല്പര്യമുണ്ട്. പക്ഷെ ഞാനൊരു ആക്റ്റീവ് പൊളിറ്റിക്സിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇറങ്ങുമോ എന്തെങ്കിലും ഇല്ലായിരിക്കും, അങ്ങനത്തെ ഒരു പ്ലാനേ ഇല്ല. ഇപ്പം എന്തായാലും ഇല്ല, ഫ്യൂച്ചറിലേക്ക് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ ചുറ്റും നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളും അറിഞ്ഞിരിക്കണം, വാച്ച് ചെയ്യണം എന്ന് സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്ന. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഇനി വരാൻ നിൽക്കുന്നത്? ഫ്യൂച്ചർ പ്രൊജക്ട്സ് ആയിട്ട് ഞാൻ ഒന്നും കമ്മിറ്റഡ് അല്ല. പക്ഷേ ഡിസ്കഷൻസ് ഉണ്ട്, നോക്കുന്നുണ്ട്, ഓഡിഷൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതൊരു അങ്ങനത്തെ പ്രോസസ്സല്ലേ. അത് എല്ലാ ഓപ്പർച്യൂണിറ്റീസും വരട്ടെ, വരുന്നതൊക്കെ ട്രൈ ചെയ്യും. അങ്ങനെ ഓക്കെ, നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ എൻഡിലോട്ട് എത്തുകയാണ്. അപ്പം സീക്രട്ട് എന്ന് പറയുന്ന മൂവി തിയേറ്ററിലോട്ട് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇതേപോലെ ഇനിയും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരുപാട് സിനിമകൾ കിട്ടിട്ട് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.